വിശ്വത്ത് ഒരു പുഞ്ചിരി പോലും അവൾക്ക് നൽകാതെ നോട്ടം അവളിൽ നിന്ന് മാറ്റുമ്പോൾ നിളയും മുഖം കുനിച്ചു. അവളുടെ ഉള്ളിൽ ഒരു വിറയലോ വേദനയോ എന്തൊക്കെയോ തിക്കിമുട്ടി വന്നു. സനി വേഗം അവൾക്കടുത്തേക്ക് എത്തി. വിശ്വത്തിനെ അവനും അവിടൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. വാ, ടെൻഷനാവണ്ട. ശബ്ദം നന്നേ താഴ്ത്തി അവളെ വിളിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് ചെല്ലുമ്പോൾ സേതു ഇറങ്ങി വന്നിരുന്നു. എവിടെയായിരുന്നു ചേച്ചി? എത്ര നാളായി കണ്ടിട്ട്? വായോ. ഇത് നിളയോട് സംസാരിച്ചുകൊണ്ട് അവൻ സനിയെ കൂടി നോക്കി. എൻ്റെ ഫ്രണ്ടാണ്, കോളേജിൽ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. സനി. നിള പരിചയപ്പെടുത്തിയപ്പോൾ സനി സേതുവിന് കൈകൊടുത്ത് സ്വയം പരിചയപ്പെടുത്തി. വായോ, ചേച്ചി അകത്തുണ്ട്. സേതു രണ്ടാളെയും അകത്തേക്ക് വിളിച്ചു. വിശ്വത്ത് അപ്പോഴും സിറ്റ് ഔട്ടിൽ അവരെ അലസമായി നോക്കി നിന്നു. ജിത്തേട്ടാ, നിള ചേച്ചി. പിന്നെ ഇത്. ഹായ് സനി, സുഖമാണോ? സേതു വിശ്വത്തിനോട് അവരെ കാണിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ തൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന അധ്യാപകനെ പോലെ വിശ്വത്ത് സനിയോട് സംസാരിച്ചു തുടങ്ങി. ചേച്ചി വാ, സേതു ചേച്ചി റൂമിലുണ്ട്. സേതു അവളെ കൂട്ടി അകത്തേക്ക് വാതിൽ വരെ നടന്നു ചെന്നു. വാതിൽ കടക്കും മുന്നേ നില ഒന്ന് തിരിഞ്ഞു നോക്കി. വിശ്വത്ത് തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മുഖം കാണാൻ സാധിക്കില്ല. ആ മുഖത്തേക്ക് വീണ്ടും നോക്കാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു. പക്ഷേ സനി അവളെ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അവളുടെ മുഖത്ത് നിറഞ്ഞു നിന്ന വല്ലായ്മ അവന് വ്യക്തമായി മനസ്സിലായി. സേതിയെ നേടാൻ തന്നെ അവൾക്ക് ബുദ്ധിമുട്ടാണ്. അതിനൊപ്പം പ്രതീക്ഷിക്കാതെ വിശ്വത്ത് കൂടി. ഒന്നുമില്ല, ചെല്ല്. അവൻ അവൾക്ക് കണ്ണടച്ചു കാണിച്ച് ധൈര്യം നൽകി. സനിയുടെ ആ പ്രവൃത്തി വിശ്വത്ത് വ്യക്തമായി തന്നെ കണ്ടു. സേതു, ഞാൻ ശരത്തങ്ങളുടെ ഷോപ്പ് വരെ പോയിട്ട് വരാം. ആൻറ്റി ചോദിച്ചാൽ പറഞ്ഞേക്ക്. നില ഉള്ളിലേക്ക് പോയതും സേതുവിനോട് പറഞ്ഞിട്ട് വിശ്വത്ത് കാറിനടുത്തേക്ക് നടന്നു. ഒപ്പം കൂടെ നിന്ന സനിയോട് ജോലിയെക്കുറിച്ചോ തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് പറ്റിയുമൊക്കെ കുറഞ്ഞ വാക്കുകളിൽ തിരക്കിയിട്ടാണ് അവൻ കാറിലേക്ക് കയറിയത്. ചേട്ടൻ വായോ. വിശ്വത്തിൻ്റെ കാർ ഗേറ്റ് കടന്ന് പോയതും സേതു സനിയെ അകത്തേക്ക് വിളിച്ചു. എന്നാൽ അകത്ത് കുറച്ചു അധികം പേരുടെ ശബ്ദം കേട്ട് ഉള്ളിലേക്ക് പോകാൻ മടിച്ചു നിൽക്കായിരുന്നു നിള. ആഹാ, ഇവിടെ നിൽക്കാണോ? ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നില്ലേ? അത് നിള അടുക്കള ഭാഗത്തേക്ക് നിന്ന് വരുന്ന സൗണ്ട് ഒന്ന് ശ്രദ്ധിച്ചു. അധികം ആളുകളൊന്നുമില്ല. പാപ്പനും മേമയും മോനും പിന്നെ ജിത്തേട്ടൻ്റെ അമ്മയും ഉള്ളൂ. ഇന്ന് വരേണ്ടിയില്ലായിരുന്നു എന്ന പോലെ നിള സനിയെ നോക്കി. ചേച്ചിയും അപ്പച്ചിയും റൂമിലുണ്ട്. സേതു നടന്നതിന് പിന്നാലെ പോകുകയെ നിലയ്ക്ക് നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. സനി ഹാളിൽ തന്നെ നിന്നു. ചേച്ചി. സേതു വിളിയുടെ റൂമിലേക്ക് കയറി ചെന്നപ്പോൾ വനജയും വൈഷ്ണവും സേതിയും ഒരുപോലെ തിരിഞ്ഞു നോക്കി. സേതുവിൻ്റെ നോട്ടം പിന്നിലോട്ടാണെന്ന് കണ്ട് സേതിയെ നോക്കി. അവന് പിന്നിലായി പതുങ്ങി നിൽക്കുന്ന നിളയെ കണ്ട് സേതി ചാടി എണീറ്റു. നിളയെ! അവൾ ഒറ്റ കുതിപ്പിനെ നിലയ്ക്ക് അരികിലേക്ക് എത്തി അവളെ കെട്ടിപ്പിടിച്ചു. സേതിയുടെ വിവാഹക്കാര്യത്തിൽ നിലയ്ക്ക് വന്ന തെറ്റിദ്ധാരണ വിഷയത്തിൽ നിന്ന് സേതിയിലേക്കോ പ്രജിനിലേക്കോ എത്തിയില്ല. അതുകൊണ്ട് തന്നെ നിളയെ ഒന്ന് കണ്ടപ്പോൾ തന്നെ സേതിയുടെ പകുതി പരിഭവം മാഞ്ഞിരുന്നു. ഒന്ന് പറയാതെ വിളിക്കാതെ എന്ത് പോക്കായിരുന്നടി. അത്ര ഉണ്ടായിരുന്നുള്ളൂ നിനക്ക് ഞാൻ. ആ നിൽപ്പിൽ തന്നെ സേതി തൻ്റെ സങ്കടങ്ങൾ മൊഴിഞ്ഞു. നിള മറുപടി ഒന്നും പറയാനില്ലാതെ സേതിയുടെ തോളിലേക്ക് മുഖം ചേർത്തു. രണ്ടുപേരുടെയും നിൽപ്പ് നിറഞ്ഞ കണ്ണുകളും വനജ അമ്പരന്നുപോയി. വൈഷ്ണവ് പതിയെ സേതുവിൻ്റെ കയ്യിലും തട്ടി. ഇത് ആരാണെന്ന് ആരായും പോലെ. ചേച്ചിയുടെ ഫ്രണ്ടാണ്. കുറേയായി രണ്ടാളും കണ്ടിട്ടും കോണ്ടാക്ട് ചെയ്തിട്ടും. അതിൻ്റെ പരാതിയാ. സേതു രണ്ടാളോടും കൂടിയായി പറഞ്ഞു. അന്നേരം മാത്രമാണ് നിള റൂമിലിരിക്കുന്നവരെ കണ്ടത്. അവൾ പെട്ടെന്ന് സേതിയെ വിട്ടകന്നു. അപ്പച്ചി, ഇത് നിള. എൻ്റെ കൂടെ PGക്ക് പഠിച്ചതാ. ഉവ്വ, ഇപ്പോൾ ഓർമ്മ വന്നു. ഒരു പ്രാവശ്യം ഞങ്ങൾ വരുമ്പോൾ മോളും ഉണ്ടായിരുന്നു. സേതുവിന് വയ്യാതിരുന്ന സമയത്ത്. വനജ വേഗം എഴുന്നേറ്റ് വന്ന് നിളയുടെ കയ്യിൽ പിടിച്ചു. നിള ഒന്ന് പയ്യെ ചിരിച്ചു. വൃന്ദ ചേച്ചി പറയാനുള്ള ആളല്ലേ? വൈഷ്ണവും നിളയെ പരിചയമുണ്ടെന്ന് പറഞ്ഞു. സേതു, ജിത്തേട്ടൻ. അപ്പോൾ മാത്രമാണ് സേതി വിശ്വത്തും നിളയും പരസ്പരം കണ്ടുവെന്ന് ചിന്തിച്ചത്. ജിത്തേട്ടൻ ശരത് മാമിൻ്റെ അടുത്തേക്ക് പോയി. സേതു പറഞ്ഞു. നീ എന്താ മിണ്ടാതെ നിൽക്കുന്നത്? ആകെ ഒരു കോലമായില്ല നീ. എനിക്ക് എന്നോട് ദേഷ്യവും പരാതിയും ഒന്നുമില്ല. ഒരു സങ്കടമായിരുന്നു. നീ എന്നെ മറന്നു എന്നോർത്ത്. അതാ നീ വന്നു എന്ന് അറിഞ്ഞിട്ടും വിളിക്കാതിരുന്നത്. നീ വരട്ടെ, നീ വിളിക്കട്ടെ എന്ന കുഞ്ഞു വാശി. സോറി സേതി. നില അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. സോറിയൊക്കെ പരിഗണിക്കാം. അതിനു മുന്നേ നീ എങ്ങനെയാണ് വന്നെന്ന് പറ. സനിച്ചേട്ടനുണ്ട്. ആണോ? സേതി വേഗം നിലയുടെ കൈ പിടിച്ച് ഹാളിലേക്ക് വന്നു. സനി അവിടെ സെറ്റിലിരിക്കുകയായിരുന്നു. നിലയ്ക്കൊപ്പം ചിരിയോടെ വരുന്ന സേതിയെ കണ്ടപ്പോൾ അവൻ ഒരാശ്വാസം തോന്നി. അവർക്കിടയിൽ അധികം ബുദ്ധിമുട്ടില്ലാതെ പരിഭവം ഒതുങ്ങിയെന്ന് അവന് മനസ്സിലായി. ഹായ്. സനി എഴുന്നേറ്റ് രണ്ടടി മുന്നോട്ട് വന്നു. സുഖമാണോ ചേട്ടാ? ആ, കല്യാണമായല്ലേ? സേതി അപ്പച്ചിയെയും വൈഷ്ണവിനെയും സനിക്ക് പരിചയപ്പെടുത്തി. ഇരിക്കട്ടോ, ഞാൻ അമ്മയെ വിളിക്കട്ടെ. പാപ്പനും മേമയും ഒക്കെ അപ്പുറത്തുണ്ട്. സേതി നിളയെ കൂട്ടിയാണ് അടുക്കള ഭാഗത്തേക്ക് ചെന്നത്. അമ്മേതേ നിള. സേതി നിളയെ കൂട്ടി ചെല്ലുമ്പോൾ അടുക്കളയിൽ ഒരു ചാക്ക് വിരിച്ചു വെച്ച് അതിലൊരു ചക്ക മുറിക്കുകയാണ് പ്രസന്നനും ബിന്ദുവും ശ്വേതയും കൂടി.
മോൾ ഇന്ന് വന്നു. ശ്വേത അതിശയത്തിൽ എഴുന്നേറ്റു. ഞാൻ 2-3 ദിവസമായി. സേതി അവരെ നിലയ്ക്ക് പരിചയപ്പെടുത്തി. അവളൊന്ന് അവരെ നോക്കി പുഞ്ചിരിച്ചു. അമ്മേ, സനിച്ചേട്ടൻ കൂടിയുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ടാണ്. കോളേജിൽ ഒന്നിച്ചായിരുന്നു. ആണോ? കൈ ആകെ നാശമാണല്ലോ. ഇവർക്ക് കുടിക്കാൻ നീ കുറച്ച് വെളിച്ചെണ്ണ തൂത്തു അങ്ങോട്ട് ചെല്ല്. കുടിക്കാൻ ഞാൻ എടുക്കാം. വനജ വേഗം ചായയ്ക്ക് വെള്ളം വെച്ചു. ശ്വേതയ്ക്കൊപ്പം പ്രസന്നം ബിന്ദുകൂടി സനിയെ പരിചയപ്പെട്ടു. സേതി നിലയുടെ കയ്യിൽ വിടാതെ പിടിച്ചു വച്ച് നിൽക്കുകയാണ്. എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ഒരു തുറന്ന സംസാരത്തിന് ഇരുവർക്കും കഴിഞ്ഞില്ല. വൃന്ദ കൂട്ടത്തിൽ അവളെ കാണാതെ നില തിരക്കി. അവൾക്കെന്തോ എക്സാമൊക്കെയാണ്, പഠിക്കാനുണ്ട്. അതുകൊണ്ട് അവളും മാമനും വന്നില്ല. ആതിരാൻ്റെയും പിള്ളേരും വീട്ടിൽ പോയേക്കാണ്. പിന്നെ ഒരു സംസാരത്തിലേക്ക് കടക്കും മുന്നേ വനജ എല്ലാവർക്കും ചായയായി വന്നു. ചായ കുടിച്ചു കഴിഞ്ഞത് നില പോകണമെന്ന് പറഞ്ഞ് സനിയെ നോക്കി. ഇപ്പോഴേ പോവാ, പറയാൻ കുറേ ഉണ്ടടി. സേതി അവളെ വിടാൻ മടിച്ചു. ഞാൻ വരാം. സനിച്ചേട്ടൻ നാളെ പോകേണ്ടതല്ലേ, വൈകിയാൽ ശരിയാവില്ല. നില അവളെ സമാധാനിപ്പിച്ചു. പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാനുള്ള വ്യഗ്രതയാണ് നിലയ്ക്ക്. എല്ലാവരോടും യാത്ര പറഞ്ഞ് നിലയും സനിയും ഇറങ്ങി. അവരുടെ കാർ റോഡിലേക്ക് ഇറങ്ങിയതും ബാക്കിയുള്ളവർ ചക്കയുടെ പണിയിലേക്ക് തിരിഞ്ഞു. സേതുവും വൈഷ്ണവും അകത്തേക്ക് കയറി. വനജ മാത്രം സേതുക്കൊപ്പം ഉമർന്നു നിന്നു. അപ്പച്ചി ഇടയ്ക്ക് ചോദിക്കാറില്ലേ ചിത്തേട്ടന് എന്താ പറ്റിയെന്ന്? ആ പോയവളാണ് അതിന് കാരണം. എന്താ? സേതി പറഞ്ഞത് കേട്ട് വനജ അമ്പരന്നു. ചിത്തേട്ടന് നിലയെ ഒരുപാട് ഇഷ്ടമാണ്. വേണമെങ്കിൽ ചിത്തേട്ടൻ്റെ ജീവനാണ് അവളെന്ന് പറയാം. രണ്ടാൾക്കും ഇടയിൽ ഇപ്പോൾ ഒരു കുഞ്ഞു പിണക്കമുണ്ട്. അതാണ് ജിത്തേട്ടൻ്റെ ഇപ്പോഴത്തെ മാറ്റത്തിന് കാരണം. എൻ്റെ ദൈവമേ, കോളേജിൽ വെച്ച് കണ്ട് ഇഷ്ടമായതാണോ? അതിശയത്തിൽ അപ്പച്ചി ചോദിച്ചത് കേട്ട് സേതി ചിരിച്ചു. ഇത് ഇത്തിരി പഴക്കമുണ്ട് അപ്പച്ചി. നില ജിത്തേട്ടനെ പരിചയപ്പെടുന്നത് കോളേജിൽ വെച്ചാ. പക്ഷേ ജിത്തേട്ടൻ അവളെ കുഞ്ഞിലേ മുതൽ അറിയാം. ചാലക്കുടിയിൽ തന്നെയായിരുന്നു അവളും. അന്നേ ഉള്ളിൽ അവൾ ഇടം പിടിച്ചിട്ടുണ്ട്. സേതി പറഞ്ഞു കേട്ട് വനജ 2 കൈകൊണ്ടും വായ പൊത്തി നിന്നുപോയി. ആ നിൽപ്പ് കണ്ട് സേതി ചിരി ഒതുക്കി. തുടരും. സ്നേഹത്തോടെ, അഭിനവി.